ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമ്മനെയിൽ കണ്ട പോലെ ഒരു പൊങ്കാല വീഡിയോ ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു സംഭവങ്ങളിലൊന്നാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് അല്ലേ. ഞാൻ 2ാം ക്ലാസ് തൊട്ട് ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചെന്നൈയിൽ പോയതിന് ശേഷം എനിക്ക് ആറ്റുകാൽ പൊങ്കാല എനിക്ക് ഇടാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണയെങ്കിലും എനിക്ക് ഇടണം എന്ന് വിചാരിച്ച സമയത്താണ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം വന്നത്. അപ്പോൾ ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചാണ് ട്രിവാൻഡ്രത്ത് ഇത്തവണ വരുമ്പോൾ എന്തായാലും എനിക്കൊരു പൊങ്കാലിട്ടേ തീരുമെന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് തൊഴുവങ്കോട് എന്ന് പറയുന്നൊരു ദേവീക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയിട്ട് പൊങ്കാലിടാമെന്ന് അമ്മ പറയുന്നത്. ശരിക്കും ഈ തൊഴുവങ്കോട് ദേവീക്ഷേത്രം എന്ന് പറയുന്നത് ചൊവ്വയും പിന്നെ വെള്ളിയാഴ്ചയും മാത്രമേ തുറക്കുള്ളൂ. ഈ തുറക്കുന്ന സമയത്ത് എന്താ പറയുന്നത് പൊങ്കാലിടാനുള്ള ഒരു സൗകര്യവും കൂടി ഈ ദേവസ്വം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടെ എന്ന് പറയുന്നത് ഇത് ഒരു വഴിപാടാണ്. അപ്പോൾ അമ്മ മറ്റേ കലമൊക്കെ മേടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ കലം കൊടുക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ ഒരു കുഞ്ഞു കലം കൊടുത്തു. കാരണം അമ്മയൊക്കെ ആറ്റുകാൽ പൊങ്കാലിട്ടതാണ്, ഞാൻ മാത്രമേ ഇടാത്തുള്ളൂ. അപ്പോൾ ഒരു ചെറിയ കലം പോരെയെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ അപ്പൂപ്പൻ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ 101 കലം അങ്ങനെയൊക്കെ ഇടുന്ന വഴിപാടുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു കലം നമ്മൾ ഉപയോഗിക്കുക. അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒറ്റ പൊങ്കാലയാണെങ്കിൽ ഒരു വലിയ കലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വലിയ കലം അമ്മ നോക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ അരി, ശർക്കര, പിന്നെ അതിനുള്ള ചൂട്ട്, പൊതുമ്പ് അതെല്ലാം കിട്ടും. പിന്നെ ഏലക്ക അതെല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഈവൻ സഞ്ചി അടക്കം നമുക്ക് കിട്ടും. അപ്പോൾ ഈ അപ്പൂപ്പൻ അതിലിങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ. അതിൽ ലീക്കൊന്നുമില്ല എന്ന് കൺഫേം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ലീക്കൊന്നുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആ കലവും സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ അകത്ത് കയറിയിട്ടാണ് നമ്മൾ റസീത് എടുക്കണം. റസീത് എടുത്തിട്ടാണ് നമ്മൾ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് കയറുന്നത്. അപ്പോൾ ശരിക്കും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഫോണൊന്നും അലൗഡ് അല്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ വീഡിയോസൊന്നുമില്ല. ഞാൻ ഈ പൊങ്കാലിടുന്ന ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയാണ് ഈ വീഡിയോസൊക്കെ പിടിക്കുന്നത്. അപ്പോൾ എന്താ അമ്മേനെ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് എന്താ ഷോർട്സും ക്ലിപ്പൊക്കെ കുറച്ച് മിസ്സിങ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ മാക്സിമം കഴിയാവുന്ന രീതിയിൽ ഞങ്ങളിത് പിടിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിറക് കത്തിച്ച് ഇട്ട് നമ്മൾ എന്താ പറയുന്നത് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഭക്തർ വന്നിട്ട് പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരാളാണ് ഞാനും. അപ്പോൾ അതാ ഞാനിങ്ങനെ പൊതുമ്പും ചൂട്ടും ഒക്കെ തപ്പി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാനിത് ഇടുന്നത്. അപ്പോൾ അതേ അപ്പുറത്തെ അമ്മ തേങ്ങയൊക്കെ എനിക്ക് ചെരുകി തന്നു. അവിടെ തന്നെ ചെരുകാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ചെരുവി തന്നു. അങ്ങനെ തേങ്ങ അരിയെല്ലാം കഴുകി അപ്പുറത്തൊരു ഇലയിൽ മാറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ അരിയെല്ലാം മാറ്റി വെച്ചു. അപ്പോൾ ഇങ്ങനെ വെള്ളം തിളയ്ക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചു. അവസാനം ശർക്കരയും അരി ഇട്ട് എന്താ പറയുന്നത് തിളച്ചു വിട്ടു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അണഞ്ഞു പോകുന്നൊരു പ്രശ്നമുണ്ടല്ലോ തീയുടെ. അപ്പോൾ അതിൽ എന്താ പറയുക ഞാൻ ഈ തോർത്ത് വെച്ച് ഇങ്ങനെ എന്താ പറയുക വീശി മറ്റേ എന്താ പറയുന്നത് ഇത് കത്തിക്കുന്നൊരു ഇതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ കത്തിച്ചു. അപ്പോൾ പൊങ്കാലയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാല നമ്മൾ പുറത്തിടുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അണഞ്ഞു പോവില്ല. അത് നന്നായിട്ട് കത്തിയും ഒക്കെ നമുക്ക് നിൽക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തന്നെ കത്തിക്കണോണ്ട് അങ്ങനെ പൊങ്കാലയെല്ലാം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ടാറ്റാ.